അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കവേ പാകിസ്ഥാനിൽ നിന്നൊരു പുതിയ ഗൂഢാലോചനാ സിദ്ധാന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇന്ത്യയും ഇസ്രയേലും അഫ്ഗാനിസ്ഥാനും ഒന്നിച്ചു ചേർന്ന് പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. പാക് മാധ്യമങ്ങളിലും തിങ്ക് ടാങ്കുകളിലും ഈ ഒരു ത്രികക്ഷി സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഫണ്ടിങ്ങും വ്യവസായ ശേഷിയും നൽകുമെന്നും ഇസ്രയേൽ സാങ്കേതിക വിദ്യയും രഹസ്യാന്വേഷണ വിവരങ്ങളും കൈമാറുമെന്നും താലിബാൻ പാകിസ്ഥാനെതിരെ പോരാടാൻ സൈനികരെ വിട്ടു നൽകുമെന്നുമാണ്. ഇത്തരത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. ഡോക്ടർ അബ്ദുള്ള ഗുൽ ഒരു പ്രതിരോധ അനലിസ്റ്റ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷമാണ് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത് എന്നും പാകിസ്ഥാനെ അഫ്ഗാൻ അതിർത്തിയിൽ കുടുക്കി ഇറാനെ എളുപ്പത്തിൽ ലക്ഷ്യമിടാനുള്ള അജണ്ടയാണിത് എന്നുമാണ് ഇയാൾ ആരോപിക്കുന്നത്. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നജാം സേധി താലിബാൻ ഇപ്പോൾ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ഒരു പ്രോക്സിയായി പ്രവർത്തിക്കുകയാണ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മെഡിക്കൽ സഹായ സാമഗ്രികൾ അടങ്ങിയ പെട്ടികളിൽ ഒളിപ്പിച്ച് ഇന്ത്യ ഇസ്രയേൽ നിർമ്മിത ഡ്രോണുകൾ അഫ്ഗാനിസ്ഥാന് രഹസ്യമായി നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനു പുറമെ 2026 മാർച്ചിൽ പുറത്തിറങ്ങിയ ഒരു അക്കാദമിക് പ്രബന്ധത്തിലും ഈ മൂന്ന് രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ സഹകരണത്തെക്കുറിച്ച് പാകിസ്ഥാനിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി നോക്കിയാൽ പാകിസ്ഥാൻ പറയുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് കാണാൻ കഴിയും. 1990കളിലെ താലിബാൻ ഭരണമെടുത്താൽ 90കളുടെ മധ്യത്തിൽ താലിബാൻ അഫ്ഗാനിൽ അധികാരം പിടിച്ചപ്പോൾ പാകിസ്ഥാനാണ് അവർക്ക് ആയുധവും പണവും പരിശീലനവും നൽകിയത്. എന്നാൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് താലിബാൻ വിരുദ്ധ നോർത്തേൺ അലയൻസിനെയാണ് പിന്തുണച്ചത്. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഭീകരർക്ക് അഭയവും സഹായവും നൽകിയത് ഇതേ താലിബാൻ ഭരണകൂടമായിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും കാബൂൾ പിടിച്ചടക്കിയപ്പോൾ പാകിസ്ഥാൻ അത് തങ്ങളുടെ വിജയമായിട്ടാണ് ആഘോഷിച്ചത്. അന്ന് പാക് ISI മേധാവിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഫായിസ് ഹമീദ് കാബൂളിലെ സെറീന ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ചിത്രം പാകിസ്ഥാന്റെ സ്വാധീനത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു അവർ ലോകം മൊത്തം പ്രചരിപ്പിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള തന്ത്രപരമായ നേട്ടങ്ങൾക്കായിട്ട് താലിബാനെ ഒരു ആയുധമായി ഉപയോഗിച്ച പാകിസ്ഥാൻ ഇന്ന് താലിബാൻ ഇന്ത്യയുടെ ആളാണ് എന്ന് പറയുന്നത് തികച്ചും പരിഹാസ്യമാണ്. എന്നു മാത്രമല്ല, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയവുമാണ്. ഇനി ഇസ്രയേലും ഇന്ത്യയും ഇനി അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ചാൽ തന്നെ അതിൽ യാതൊരു തെറ്റുമില്ല എന്നതാണ് വസ്തുത. അതിന്റെ കാരണം ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ പാകിസ്ഥാൻ നിരന്തരമായിട്ട് എയർ സ്ട്രൈക്ക് നടത്തി മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ സ്വാഭാവികമായി ആ രാജ്യത്തിന് എവിടെ നിന്നെങ്കിലുമൊക്കെ പിന്തുണ വരും. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം വിശകലനം ചെയ്യുമ്പോൾ ശക്തമായ രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും മേൽപ്പറഞ്ഞ സംഭവങ്ങളും എല്ലാം മാറ്റിവെച്ച് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയും ചരിത്രം പരിശോധിച്ചാൽ ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സഹകരണത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അഫ്ഗാനിലെ ജനങ്ങൾക്ക് മരുന്ന്, അവശ്യ വസ്തുക്കൾ, ഭക്ഷണം, അവിടുത്തെ വികസനത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അടക്കം നിരവധി കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി തന്നെയാണ്. അതിനിപ്പോ പാകിസ്ഥാന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ അതങ്ങ് സഹിച്ചാൽ മതി. ഇനി ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് താലിബാനെ ഇളക്കി വിട്ടിട്ട് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചെയ്തതുപോലെ നേരിട്ട് കണക്കിന് കൊടുക്കാൻ ഇന്ത്യക്ക് അറിയാം. ഇനി താലിബാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിശ്ചയിച്ച പാക് അഫ്ഗാൻ അതിർത്തിയായ ഡ്യൂറൻ ലൈൻ ഒരു കാരണമാണ്. 2, അഫ്ഗാൻ ജനതയോട് പാകിസ്ഥാൻ കാണിച്ച വളരെ മോശമായ ചില പ്രവൃത്തികളുണ്ട്. അതായത് വൻതോതിൽ അഫ്ഗാൻ ജനങ്ങളെ, അഭയാർത്ഥികളായിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ അടിച്ചിറക്കി രാജ്യത്ത് നിന്ന്, അവശേഷിച്ചവരെ ക്രൂരമായി തല്ലിച്ചതച്ചും ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയെ തകർക്കാനായിട്ട് താലിബാന്റെ പിന്തുണ തേടി. ഈ സമയത്ത് താലിബാൻ ഇന്ത്യയുമായിട്ട് ഒരു സാമാന്യം ഭേദപ്പെട്ട ബന്ധമുണ്ടാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്ന് താലിബാൻ പാകിസ്ഥാനെ അറിയിച്ചതോടെയാണ് പാകിസ്ഥാന് താലിബാനോട് ഇത്രയും വെറുപ്പുണ്ടാവാൻ കാരണം. അതായത് നേരത്തെ പാകിസ്ഥാൻ കണക്കുകൂട്ടിയത് താലിബാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താം, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് കാശ്മീരിൽ. എന്നാൽ അധികാരത്തിലെത്തിയ താലിബാൻ ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും
ചരിത്രപരമായിട്ട് ഇന്ത്യ എല്ലാ കാലവും അഫ്ഗാനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന വസ്തുത ഉൾക്കൊള്ളുകയും ചെയ്യുകയും പാകിസ്ഥാൻ തങ്ങളെ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെന്നും അതല്ലാതെ പാകിസ്ഥാന്റെ സ്നേഹത്തിന് പിന്നിൽ യാതൊരു സത്യസന്ധതയില്ല എന്നും മനസ്സിലാക്കുകയും ചെയ്തതോടെ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചു. ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതാണ് താലിബാനെതിരെ പാകിസ്ഥാൻ ഇങ്ങനെ തിരിയാനായ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. താലിബാൻ അഭയാർത്ഥികളെ സ്വീകരിക്കാനൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ അവരെ പുറത്താക്കിയ രീതിയാണ് അഫ്ഗാനിസ്ഥാനെ ചൊടിപ്പിച്ചത്. കാരണം നല്ല ടേംസിലായിരുന്നു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ആ സമയത്ത്. 2023 10 ലക്ഷത്തോളം അഭയാർത്ഥികളെ പുറത്താക്കുന്ന സമയത്ത് അവർക്ക് അത്രയും കാലം അവരുണ്ടാക്കി വെച്ച അവരുടെ സമ്പത്ത് സകലതും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. ഇതാണ് താലിബാനെ മറ്റൊരർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. പിന്നെ പഷ്തൂണുകൾക്കെതിരായിട്ട് ഖൈബർ പക്തൂൺഖ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ അടിച്ചമർത്തലുകൾ, ബലൂചിസ്ഥാനിൽ നടത്തിയ അടിച്ചമർത്തലുകൾ, മനുഷ്യക്കടത്ത്, അഫ്ഗാൻ ജനങ്ങളുടെ അവയവങ്ങൾ മോഷ്ടിക്കുന്നത്, അവരെ കാണാതാവുന്ന സംഭവങ്ങൾ, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം താലിബാൻ മനസ്സിലാക്കുകയും പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുക്കുകയുമാണ് ഉണ്ടായത്. ശരിക്കും പാകിസ്ഥാന് നയതന്ത്ര തലത്തിലും എല്ലാ അർത്ഥത്തിലും ഉണ്ടായ വലിയൊരു വീഴ്ചയായിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇത്രയും വഷളാവുന്നതിലേക്ക് നയിച്ചത്. എന്നാൽ അതിന്റെ എല്ലാ കുറ്റവും ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും കൊണ്ട് തലയിൽ വെച്ചിട്ട് തടിയൂരാനായിട്ടുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യയും ഇസ്രയേലും അഫ്ഗാനിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നു, ഇന്ത്യ പണം മുടക്കുന്നു, ഇസ്രായേൽ ടെക്ക് കൊടുക്കുന്നു, അഫ്ഗാനിസ്ഥാൻ അതുപയോഗിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുന്നു, ഇങ്ങനൊരു നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ പച്ചക്കള്ളങ്ങൾ ഒരുപാട് കാലം പറഞ്ഞു പ്രചരിപ്പിക്കാൻ കഴിയുകയില്ല എന്നുമുള്ള വസ്തുത പാകിസ്ഥാൻ മറന്നുപോയി. ഇന്ത്യയും ഇസ്രായേലും ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനെ സഹായിച്ചു എന്നിരിക്കും, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് പിന്തുണ കൊടുത്തെന്നിരിക്കും. പക്ഷെ അതിന്റെ കാരണം പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെയും കുട്ടികളെ അടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാന് പിന്തുണ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ സഹകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായി അറിയുകയുമില്ല. അത് പാകിസ്ഥാന്റെ ആരോപണമാണ്. പാകിസ്ഥാൻ പറഞ്ഞത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇന്ത്യ സത്യത്തിൽ അഫ്ഗാനിലെ ജനങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് ഈ ഘട്ടത്തിൽ. കാരണം പാകിസ്ഥാൻ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ക്രൂരതയാണ്. പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ താലിബാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ISIക്കും പാകിസ്ഥാനും ഒന്നും താലിബാനെ ഇപ്പോൾ കണ്ണിന് പിടിക്കാത്തത്. തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരായിട്ട് താലിബാൻ ശക്തമായ നിലപാടെടുത്തതാണ് ഇപ്പോൾ പാകിസ്ഥാന് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഈ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IS അടക്കമുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെയാണ് താലിബാൻ ആക്രമണങ്ങൾ കൂടുതൽ നടത്തിയിട്ടുള്ളത്. താലിബാനെ തകർക്കാനും താലിബാനെ തകർത്ത് അധികാരം പിടിക്കാനും ISI ഒരു ശ്രമം അവിടെ നടത്തിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സോ ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ട് താലിബാൻ ശക്തമായ നിലപാടുമെടുത്തു. ഇതെല്ലാമാണ് ഇപ്പോൾ പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഗൂഢാലോചന സിദ്ധാന്തം പാകിസ്ഥാനിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇനി അഥവാ ഇന്ത്യയും ഇസ്രായേലും ഒരു വലിയ പിന്തുണ അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി പോയി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.